മാർപ്പാപ്പയുടെ പൊതുദർശനം ബുധനാഴ്ച നടത്തുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ജപമാല ഉൾപ്പെടെയുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോൾ വത്തിക്കാനിൽ നടക്കുന്നത്. വിശദാംശങ്ങളുമായി വത്തിക്കാനിൽ നിന്നും സിസ്റ്റർ ബിൻസി മരിയ അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നു. അതിലേക്ക് പാപ്പയുടെ വിയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അപ്രതീക്ഷിതമായി, വളരെ ദുഃഖപൂർവമാണ് നമുക്കത് സ്വീകരിക്കാനായിട്ട് സാധിക്കുക. കാരണം ഇന്നലെ ജനങ്ങളെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് കടന്നുപോയ ഒരു പാപ്പ ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്നു. തീർച്ചയായും ഇത് ദൈവനിയോഗമായിരുന്നു. പാപ്പ ഇന്നലെ ഈസ്റ്ററിൻ്റെ ഒർബിത്തൊർബിയും ആശീർവാദം നൽകിയതിനു ശേഷം സാധാരണയായി ചെയ്യാറില്ലാത്ത ഒരു കാര്യമാണ്. അസാധാരണമായി പാപ്പ ജനങ്ങളെ കാണുന്നതിനായി പ്രത്യേക സജ്ജീകരിച്ചിരുന്ന വണ്ടിയിൽ എല്ലാവരെയും കണ്ട് ആശീർവാദം കൊടുത്ത് അതിനുശേഷം മടങ്ങിപ്പോയ പാപ്പ ഇന്ന് രാവിലെ ജനങ്ങൾ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ചാണ്. തീർച്ചയായും എല്ലാവരും ദുഃഖിതരാണ്. വളരെ അപ്രതീക്ഷിതമാണ്. സുഖമില്ലാതിരുന്നെങ്കിലും വളരെ അപ്രതീക്ഷിതമാണ് ഈ മരണം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ച് സ്ഥിരീകരിക്കുന്ന ചടങ്ങ് അത് സാന്താ മാർത്തായിൽ രാത്രി വത്തിക്കാൻ സമയം 8 മണിക്ക് ആരംഭിക്കും. കർദിനാൾ കെവിൻ ഫാവൽ നേതൃത്വം നൽകുമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്നത് കർദിനാൾ കോളേജിന്റെ ഡീനും പാപ്പായുടെ കുടുംബാംഗങ്ങളും മറ്റ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ള അംഗങ്ങളുമൊക്കെയാണ്. ഇത് ഒരു പൊതുദർശനമല്ല എങ്കിലും പാപ്പായുടെ മൃതദേഹം സജ്ജീകരിച്ചിരിക്കുന്ന കോഫിനിൽ വെച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷകളെല്ലാം നടക്കുക. ഇന്ന് വൈകുന്നേരം 7:30 മണിക്ക്, അതായത് വത്തിക്കാൻ സമയം 7:30 സെന്റ് പീറ്റേഴ്സിന്റെ സ്ക്വയറിൽ പ്രത്യേകമായി പരിശുദ്ധ പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല പ്രാർത്ഥന നടത്തുന്നതായിട്ട് വത്തിക്കാന്റെ പ്രസ് അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വത്തിക്കാനിൽ ലഭിക്കുന്ന പ്രത്യേകമായിട്ടുള്ള വിവരങ്ങൾ. മരണാനന്തര ശുശ്രൂഷകളെക്കുറിച്ചോ അല്ലെങ്കിൽ തീയതികളെക്കുറിച്ചോ കൃത്യമായ ഒരു നിർദ്ദേശം ഇതുവരെ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്കത് പറയുവാനായിട്ട് സാധിക്കുകയില്ല.